എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശു, ഒപ്പം പറഞ്ഞിടാം ഇണയില്ല നാമം. എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാം ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, പതിനായിരങ്ങളിൽ ശാരോനിൽ റോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ,
അങ്ങേക്കു തുല്യന അങ്ങു മാത്രം അങ്ങേക്കു തുല്യന അങ്ങു മാത്രം അങ്ങേക്കു തുല്യന അങ്ങു മാത്രം അങ്ങേക്കു തുല്യന അങ്ങു മാത്രം എല്ലാറ്റിനും മേല ഒരേ ഒരു നാമം എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം എല്ലാ നാവും പാടും യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാം ഇണയില്ല നാമം എല്ലാറ്റിലും മേല ഒരേ ഒരു നാമം എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം എല്ലാ നാവും പാടും യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാം ഇണയില്ല നാമം ശബ്ദമൊരു അത്ഭുതമായ നാമം അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ പതിനായിരങ്ങളിൽ ശാരോനിൻ റോജാവേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം 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 ഒരു നിമിഷം എഴുന്നേറ്റ് അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം അങ്ങേക്കു തുല്യനായി ശബ്ദമുയർത്തി അത്ഭുതമായ നാമം അത്ഭുതമായ അതിശയമായ ആശ്ചര്യമായ അധികാരമുള്ള കുറച്ചുകൂടെ ശബ്ദമുയർത്തി അത്ഭുതമായ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ ശാരോനിൻ അങ്ങേക്ക് തുല്യനായി
അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. അങ്ങേക്കു തുല്യന. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് റോമക്കെഴുതിയ ലേഖനം 8-ാം വാക്യം പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളും എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. നാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായതെന്ന് നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം വാക്യം പറയുന്നു, തൻ്റെ ഏകജായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് മക്കളെന്നുള്ള പദവി ദൈവം നമുക്കായി തന്നത്. ദാസത്തിന്റെ ആത്മാവിനെ അല്ല അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നെ ദൈവം നമ്മുടെ മേലാക്കിയിരിക്കുന്നു. ഈ ലോകാരംഭത്തിനു മുന്നേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്നതിനു മുന്നേ നിന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. ഈ ഭൂമിയിലെ കുറച്ചു നാളത്തെ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതിന് ശേഷം നമ്മുടെ സ്വന്തം പിതാവായ ദൈവത്തെ മുഖാമുഖം കണ്ട് സന്തോഷിക്കുന്ന ഒരു നിമിഷം അധികം വിദൂരമല്ല. ഈ ഭൂമിയിലുള്ള കുറച്ചായുസ്, കുറച്ച് നാളുകൾ മാത്രം. പരദേശിയായി നാം പാർക്കുന്ന ഈ നാട്ടിൽ നിന്ന് നമ്മെ ചേർപ്പാനായി കർത്താവ് മേഘങ്ങളിൽ വരുമ്പോൾ, ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആ പിതാവിൻ്റെ മാർവിൽ ചാരുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർ അതിനായി തയ്യാറായിരിക്കുന്നു? എത്ര പേർ പ്രത്യാശയോടെ ആയിരിക്കുന്നു? അങ്ങനെ നമ്മൾ മാറോട് ചാരുമ്പോൾ ഈ ലോകത്തിലുണ്ടായിരുന്ന കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ നിത്യാനിത്യം കർത്താവിനോടൊപ്പം സന്തോഷിക്കുന്ന, കർത്താവിനോടൊപ്പം ഒരുമിച്ച് വാഴുന്ന നാളുകളിൽ അധികം വിദൂരമല്ല. ഒരു നിമിഷം നിങ്ങളുടെ കുറവുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഏറ്റു പറയാൻ കഴിയുമെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ഏറ്റു പറഞ്ഞാട്ടെ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, എങ്ങനെയാണെന്നൊന്നും ആർക്കും പറയുവാനോ ആർക്കും അത് ദീർഘവീക്ഷണത്താൽ കാണുവാനോ കഴിയുകയില്ല. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന
ഈ നിമിഷം കാഹളം കേട്ടുകഴിഞ്ഞാൽ പറന്നുയരാൻ കഴിയാതെ ഇരിക്കുന്ന എന്തെങ്കിലും മേഖലകൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാം കർത്താവിൻ്റെ സന്നിധി പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചാട്ടെ. ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ കരുണയിൽ സമർപ്പിച്ചു. ഞങ്ങളുടെ കുറവുകൾ അങ്ങ് ക്ഷമിക്കണമേ കർത്താവേ. അങ്ങ് അകൃത്യം ഓർമ്മ വെച്ചാൽ ആരും ഭൂമിയിൽ നിലനിൽക്കുകയില്ല ഞങ്ങളുടെ വചനം പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ. ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ വഴി നടത്തുന്നു. ആ പ്രത്യാശയോടെ ആയിരിക്കാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു ഗാനം കൂടെ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർത്തിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർത്തിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ, ശോഭയേർ വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാറ്റ് കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാറ്റ് കാത്ത നിത്യ പാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. എന്നു തീരുമെൻ്റെ കഷ്ടമിന്നി മന്നിലെ, അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരുമെൻ്റെ കഷ്ടമിന്നി മന്നിലെ,
അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തൻ്റെ ശുദ്ധരൊച്ചു പാടിയാർക്കുമേ, അന്നു തൻ്റെ ശുദ്ധരൊച്ചു പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ, അല്ല തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നെ. നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ, അല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോടു വീണകളേന്തി, തുല്യമില്ല മോദത്തോടു വീണകളേന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാഴ കാംക്ഷിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ കാംക്ഷിച്ചിടുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ ആകത്താ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ ആകത്താ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര. എന്നു തീരുമെൻ്റെ കഷ്ടമിന്നി മണ്ണിലെ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരുമെൻ്റെ കഷ്ടമിന്നി മണ്ണിലെ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തൻ്റെ ശുദ്ധരൊച്ചു പാടിയാർക്കുമേ, അന്നു തൻ്റെ ശുദ്ധരൊച്ചു പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാഴ കാംക്ഷിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴ കാംക്ഷിച്ചിടുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ.
യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആ കണ്ണുകളൊക്കെ ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ അടച്ച് തിരുവചനത്തിനകത്തുനിന്ന് കേൾക്കുവാനായി പോകുന്ന വേദഭാഗം കൊലോസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ്. കൊലോസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം കൊലോസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞാനും ആ നല്ല കർത്താവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഇതിനകത്തായിരിക്കുന്നവർക്ക് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, വീണ്ടും വരുമ്പോൾ, പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാനും വീണ്ടും കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം ജീവിക്കുമെന്ന് പറയാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? നമ്മൾ സ്നാനമെടുത്ത നമ്മൾ ക്രിസ്തുവേശോടൊപ്പം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു. 3-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിട്ടല്ലാതെ ഒരാളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് യേശു തന്നെ നിക്കോദോമസ് എന്ന് പറയുന്ന വ്യക്തിയോട് പഠിപ്പിക്കുന്ന ആ ഭാഗം മുതൽ, അപ്പോൾ നിക്കോദോമസ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്നതാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഹല്ലേലൂയ. വെള്ളത്താലുള്ള ജനനമാണ് സ്നാനം. തിരുവചനം അങ്ങനെ തന്നെ അതിനെ പഠിപ്പിക്കുന്നു. ആ സ്നാനത്തിൽ പങ്കാളിയായവർ, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അങ്ങനെ പങ്കാളിയായവർ, ക്രിസ്തുവേശോടൊപ്പം മരിച്ചവർ ഇനി പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപ സ്വഭാവത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത വ്യക്തികളായി മാറുന്ന വ്യക്തികൾ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് പറയുന്നു, ക്രിസ്തുവേശോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവേശോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവിൻ. അതായത് നമ്മൾ വെള്ളത്താൽ മരിച്ചു, അടക്കപ്പെട്ടു, യേശുവിനോട് മാനസാന്തരത്തിൽ മരിച്ചു, അടക്കപ്പെട്ടു, വെള്ളത്താൽ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. സ്നാന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അതൊരു കളിവിളയായിട്ടല്ല, ആർക്കും തോന്നിയതുപോലെ എടുത്ത് കളിക്കാമെന്ന് പറയുന്ന ഒരു മേഖലയല്ല. ഒരുവൻ സ്നാനമെടുത്താൽ അവൻ ഈ ലോകത്തിൽ പിന്നീട് എത്ര കാലം ജീവിച്ചാലും ക്രിസ്തുയേശുവിനോടൊപ്പം ജീവിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ സ്നാനമെടുത്തിട്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണോ എന്ന് പകൽക്കാലം ശോധന ചെയ്തു നോക്കണം. എനിക്ക് ഈ ലോകത്തിൽ പലരുമായി ബന്ധമുണ്ട്, ലോകപരമായുള്ള വ്യക്തികളായിട്ട് ബന്ധമുണ്ട്. പലരും ദൈവിക സ്നാനമെടുത്തിട്ട് പിന്നീട് ലോകപരമായി ജീവിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് പിന്നീട് ഒരു നിത്യജീവനിലേക്ക് കടക്കുവാൻ ഒരു വഴിയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ തിരുവചനം പഠിപ്പിക്കുന്നത് നായ എന്നാണ്. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ് അതിനെ കഴിക്കുന്ന നായായിട്ടാണ് തിരുവചനം ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട്, നമ്മൾ യേശുവിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഇനി ജീവിക്കുന്നത് യേശുവിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇനി ഈ ലോകത്തിൽ ഞാൻ എത്ര കാലം ജീവിച്ചാലും യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട്, ഒരു ദൈവദാസൻ പറഞ്ഞതനുസരിച്ചല്ല, ഒരു വ്യക്തി നിങ്ങളെ നിർബന്ധിച്ചത് കൊണ്ടല്ല, നിങ്ങൾ ഈ സഭയ്ക്കകത്ത്, പ്രത്യേകാൽ ഈ സഭയ്ക്കകത്ത് നിൽക്കുന്ന എല്ലാ വ്യക്തികളും എനിക്ക് ഉറപ്പായും വിളിച്ച് പറയാം, ആരോടും ഞാൻ നിർബന്ധിക്കുന്ന ഇതില്ല. സ്നാനമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാറില്ല. പറയാറുണ്ട്, സ്നാനമെടുക്കണമെന്ന് പറയാറുണ്ട്, നിർബന്ധിക്കാറില്ല. കാരണം ഇത് നിർബന്ധത്താൽ ചെയ്യേണ്ട ശുശ്രൂഷയല്ല. ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണമായി എപ്പോൾ മാനസാന്തരപ്പെട്ടു എന്ന് തോന്നിയോ ആ സമയം എന്നോട് വന്ന് പറഞ്ഞവർക്ക് മാത്രമാണ് ഇതിനകത്ത് സ്നാന ശുശ്രൂഷ നടത്തിയിട്ടുള്ളൂ. ആയതുപോലെ തന്നെ നിങ്ങൾ
സ്നാനം എടുത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പിന്നീട് ജീവിക്കുന്നത് ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം. ഓരോ നാളും മാനസാന്തരപ്പെടണം. നിങ്ങൾക്ക് ലോകപരമായ മനുഷ്യരോട് പക കാണും, പിണക്കം കാണും, മറ്റുള്ളവരോട് വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ കാണും. ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവർത്തികളാണെന്ന് മനസ്സിലാക്കി എല്ലാം ഓരോ നിമിഷവും ക്രിസ്തുയേശുവിൻ്റെ ക്രൂശിനോടൊപ്പം തറയ്ക്കണം. ഇനി നമുക്ക് കൈകൊണ്ട് പാപം ചെയ്യുവാൻ കഴിയില്ല. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവിൻ്റെ കരത്തെ ആണികൊണ്ട് അടിച്ചു. ഇനി കാലുകൊണ്ട് പാപം ചെയ്യുവാൻ കഴിയില്ല. കർത്താവിൻ്റെ കാലുകളെ ആണികൊണ്ട് ക്രൂശിന്മേൽ, മരക്കുരിശിന്മേൽ അടിച്ചു. ആയതുപോലെ തന്നെ തല കൊണ്ട്, ചിന്ത കൊണ്ട് പോലും പാപം ചെയ്യാൻ കഴിയില്ല. കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം വച്ചു. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് പകരക്കാരനായി 2025 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ മരിച്ചു. ആ മരിച്ച കർത്താവിനോടൊപ്പം അടക്ക ശുശ്രൂഷയിൽ പങ്കാളിയായ, ആ ക്രൂശ് മരണത്തിൽ പങ്കാളിയായ വ്യക്തിയാണ് ഞാൻ. ആ പങ്കാളിയായ ഞാൻ കർത്താവിനോടൊപ്പം മരിച്ചു, അടക്കപ്പെട്ടു. ക്രിസ്തുയേശു മൂന്നാം പക്കം ഉയർത്തെഴുന്നേറ്റതുപോലെ ആ വെള്ളത്തിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഞാനും വെളിപ്പെടും. ഹല്ലേലൂയ. ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ആ ഉറപ്പില്ലാത്തവർ ഇന്ന് ഉറപ്പുണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ലോകത്ത് എത്ര കോടി ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ മേഖലകളുണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങളെ കൈത്താങ്ങാൻ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു വ്യക്തിയുടെ റെക്കമെൻഡേഷൻ ലെറ്റർ പറ്റില്ല. ഒരു വ്യക്തിയോടൊപ്പം ചേർന്ന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ദൈവത്തിൽ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ പേരും പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുവാൻ കഴിയില്ല. ദൈവസന്നിധിയിൽ പോകുവാൻ കഴിയുന്ന ഏക വഴി കർത്താവ് പറഞ്ഞിരിക്കുന്നത് മാനസാന്തരവും സ്നാനവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനോടൊപ്പം നിങ്ങളുടെ നടപ്പ് വക്രതയില്ലാതെ കർത്താവിന് വേണ്ടി നടന്നാൽ ഉറപ്പായും നിങ്ങൾക്ക് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് കർത്താവുമായി ചേർന്ന് ജീവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ കർത്താവ് സ്നാനം ചെയ്യും. അതായത് വെള്ളത്താൽ ജനിച്ചവനെ ആത്മാവിനാൽ കർത്താവ് വീണ്ടും ജനിപ്പിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും. ആ പരിശുദ്ധാത്മാവിൻ്റെ വഴിയും വാക്കും കേട്ട് നിങ്ങൾക്ക് നടക്കുവാൻ കഴിഞ്ഞാൽ, ഇതാണ് വഴി, ഇതിലേ നടക്കുക എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടതുപോലെ നിങ്ങളോടും സംസാരിക്കും. ആ വചനപ്രകാരം നിങ്ങൾ ജീവിച്ചാൽ, പ്രിയമുള്ളവരെ, ഈ ലോകം എത്ര കേടുള്ളതായാലും, എത്ര പാപപങ്കലമായാലും, എത്ര ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായാലും, നമുക്ക് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും സ്വർഗത്തെ നോക്കി നമുക്ക് ജീവിക്കുവാൻ കഴിയും. ആ കർത്താവിനോടൊപ്പം ജീവിക്കുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ വീണ്ടും വരവിൽ നിത്യത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് മുതൽ കർത്താവിനോട് ചേർന്ന് നടക്കുക. മറ്റൊരു വ്യക്തി നന്നായതിന് ശേഷം നിങ്ങൾ നന്നാവാൻ നിൽക്കരുത്. മറ്റൊരു വ്യക്തിയെ നന്നാക്കിയതിന് ശേഷം നിങ്ങൾ നന്നാവാനും നിൽക്കരുത്. നിങ്ങൾ നന്നാവുക. നിങ്ങൾ യേശുവിനോടൊപ്പം നടക്കുക. യേശു നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ തേജസ്സാണ്. ആ തേജസ്സിലാണ് നമ്മൾ വെളിപ്പെടേണ്ടത്. കർത്താവിൻ്റെ ജീവനിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ആദാം. ആദാമിൻ്റെ അടുക്കലേക്ക് നമ്മൾ പുതിയ നിയമ ഉൽപ്പത്തി പുസ്തകം, പഴയ നിയമ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിനകത്തൊക്കെ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് അറിയാം, ദൈവം മനുഷ്യനെ തൻ്റെ സദൃശ്യത്തിൽ, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. തൻ്റെ മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ദൈവത്തിൻ്റെ ശ്വാസത്തിലാണ് മനുഷ്യനെ ജീവിപ്പിച്ചത്. ആ ശ്വാസം തേജസ്സുള്ളതാണ്. അതാണ് ജീവൻ. ഹല്ലേലൂയ. ആ ജീവനാണ് കർത്താവ് പറഞ്ഞത്, ഈ ഇതിൻ്റെ ഏദൻ തോട്ടത്തിൽ 2 മരമുണ്ട്, അതിൽ നിങ്ങൾ കഴിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മരിക്കും. എന്നാൽ ആദാം അത് കഴിച്ചു. ആദാമിനൊരു മരണം സംഭവിച്ചതായിട്ട് തിരുവചനം പഠിപ്പിച്ചിട്ടില്ല. നമ്മളൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണുന്ന പോലെ ഒരു മരണം സംഭവിച്ചതായിട്ട് തിരുവചനം കാണിക്കുന്നില്ല. പക്ഷെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു. എന്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് ചോദിച്ചാൽ, ആദാം പാപം ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. തേജസ് ഇല്ലാത്തവനായി അവൻ തീർന്നു. കഴിഞ്ഞ നാളിൽ തേജസ് ഉണ്ടായിരുന്നപ്പോൾ അവൻ്റെ മുന്നിലേക്ക് വന്ന മൃഗങ്ങൾക്കെല്ലാം അവൻ പേരിട്ടു. അവൻ തന്നെയായിരുന്നു അവിടുത്തെ അധികാരി. അവൻ തന്നെയായിരുന്നു എല്ലാത്തിൻ്റെ മേലും അധികാരിയായി ജീവിച്ചത്. എന്നാൽ ഒരു ദിവസം കർത്താവ് പറയാത്ത, അല്ലെങ്കിൽ പിശാച് പാമ്പെന്ന രൂപേണ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് പാപം ചെയ്യുവാൻ പറഞ്ഞപ്പോൾ, അവൻ ദൈവം പറഞ്ഞ കൽപ്പന തെറ്റിച്ചപ്പോൾ അവനിൽ നിന്ന് ആ തേജസ്, ക്രിസ്തുവിൻ്റെ ജീവൻ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവം, നമ്മുടെ ദൈവം അതുകൊണ്ട് മിണ്ടാതിരുന്നില്ല.
ദൈവം അതിനുവേണ്ടി വീണ്ടും വീണ്ടും പ്രവാചകന്മാരിലൂടെ, ദൈവദാസന്മാരിലൂടെ, ശുശ്രൂഷക്കാരിലൂടെ ജനത്തെ വീണ്ടും വീണ്ടും തിരിച്ചു കയറ്റുവാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ഉൽപ്പത്തിയിലുണ്ടായ ആ പ്രവചന ദൂതനുസരിച്ച് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം പുതിയ നിയമ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യോഹന്നാൻ എന്ന വ്യക്തിയിലൂടെ തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് വരുന്നതിനുള്ള വഴി ഒരുക്കി നമ്മെ ഇന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി ക്രിസ്തു ഈ ലോകത്തിൽ വരികയും ഒരു പാപവും ചെയ്യാത്തവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് 2025 വർഷത്തിൽ കാൽവരി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായി നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ നിത്യജീവനെ മടക്കി തന്നുവെങ്കിൽ ആ ജീവനിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവൻ ഇന്ന് ഞാൻ സ്നാനമെടുത്ത് ജീവിക്കുന്ന വ്യക്തിയെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ജീവിക്കുന്ന വ്യക്തിയെ, ഇന്ന് നിന്റെ ജീവനല്ല നിന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നത്, ക്രിസ്തുവിൻ്റെ ജീവനാണ്. അതിന് തേജസ്സുണ്ട്, അതിന് അധികാരമുണ്ട്, അതിന് ശക്തിയുണ്ട്, അതിന് ബലമുണ്ട്, അതിന് ജ്ഞാനമുണ്ട്, അതിന് പരിജ്ഞാനമുണ്ട്, അതിൽ ഫലം കായ്ക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നീ ജീവിക്കുന്നത് ക്രിസ്തുവിലായിരിക്കണം, നിന്റെ ജീവിതം ക്രിസ്തുവിലായിരിക്കണം, നിന്റെ നടപ്പ് ക്രിസ്തുവിലായിരിക്കണം. നീ ഓരോ നിമിഷവും ക്രിസ്തുവിലാകുമ്പോൾ നിന്റെ ദേശം നിന്നിലൂടെ ക്രിസ്തുവിനെ അറിയുവാൻ ഇടവരും. നിന്റെ നടപ്പ് ക്രിസ്തുവിലാകുമ്പോൾ നിന്റെ കുടുംബക്കാർ നിന്നിലൂടെ ക്രിസ്തുവിനെ അറിയുവാൻ ഇടവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവപുത്രനായി അറിയപ്പെടും. നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചാട്ട് അങ്ങനെ ജീവൻ, കർത്താവിലുള്ള ജീവൻ നമ്മളിലൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഈ പകൽക്കാലം ഇതിനകത്തിരിക്കുന്നവരെല്ലാം പുത്രന്മാരായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലുമായി നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ക്രിസ്തുവിന് അനുരൂപരായി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എൻ്റെ 4-ാം അധ്യായം എൻ്റെ 10-11 വാക്യങ്ങൾ പറയുന്നു, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മൃതശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് യേശുവിൻ്റെ ജീവൻ പൗലോസ് അപ്പോസ്തലൻ്റെ ശരീരത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. എന്താണ് പൗലോസ് അപ്പോസ്തലന് ഇങ്ങനെ ഒരു വാചകം അതിനകത്ത് എഴുതുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, പൗലോസ് അപ്പോസ്തലൻ പറയും, ഈ ലോകത്തിൽ നിത്യമജീവനിലേക്ക് കടക്കുവാൻ ഞാൻ ഒരു ദിവസം ദൈവം പറഞ്ഞതനുസരിച്ച് സ്നാനമെടുത്തു. ഞാൻ കർത്താവിൽ ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിലുള്ള ജീവൻ, ഈ ലോകത്തിലുള്ള നന്മ, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യാദികളും ദൈവത്തിൻ്റെ ഹിതമല്ല. ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കാത്തവനാണ്. ഈ ലോകത്തിലെ ഇഷ്ടത്തെ മരിച്ചു കളഞ്ഞാൽ അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ട് ഓരോ ദിവസവും എനിക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ദിനവും ഞാൻ എന്നെ തന്നെ കൊല്ലുന്നു. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെ കൊല്ലണം, നമ്മളെ പ്രവർത്തികളെ കൊല്ലണം, ദൈവഹിതമില്ലാത്ത എല്ലാത്തിനെയും കൊന്നുകളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്തത് ഒന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വേണ്ട എന്ന് പറയണം. നിങ്ങളുടെ നടപ്പാകട്ടെ, വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, സംസാരമാകട്ടെ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും മരണത്തിന് ഏൽപ്പിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ മരണത്തോടൊപ്പം വീണ്ടും വീണ്ടും ആ മരണത്തോടൊപ്പം അടുക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ ജീവൻ അധികമായി നിങ്ങളിൽ വെളിപ്പെട്ട് വരും. ജീവനും ജീവൻ്റെ അധികവും വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടുത്തുന്നവരായി തീരും. ഈ നാളുകൾ ഉണ്ടാവാൻ പോകുന്ന ഉണർവിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടുന്ന വ്യക്തികൾ എഴുന്നേൽക്കണം. ക്രിസ്തു ഈ ലോകത്തെ ജീവിച്ചതുപോലെ ക്രിസ്തു ചെയ്തതിലും അതിലുപരിയായി നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവൻ മാറണം, ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടണം. നിങ്ങളുടെ ജീവൻ മാറണം, ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ ഈ തിരുവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോ ദിവസവും യേശുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കുന്നവരായി തീരണം. എങ്ങനെയാണ് ശരീരത്തിൽ ഇങ്ങനെ വഹിക്കുവാൻ കഴിയുന്നത്? ഒരു വാക്ക് നീ പറയുമ്പോൾ തന്നെ നിൻ്റെ ഉള്ളിൽ വരണം, ഇത് ദൈവഹിതമല്ല, ഇത് യേശുവിന് ഇഷ്ടമില്ലാത്തതാണ്, ഞാൻ യേശുവിനോടൊപ്പം മരിച്ചവനാണെങ്കിൽ ഈ വാക്ക് ഞാൻ പറയാൻ പാടില്ലാത്തവനാണ്. ഹല്ലേലൂയ. ഈ 2026 കർത്താവ് 26 തുടക്കത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞു, നെഗറ്റീവ് ഇനി പറയരുത്. ഇതിനകത്തൊരിക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ്, നെഗറ്റീവ് പറയരുത്. എത്ര പേർ അതിനുശേഷം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ എല്ലാ ദിവസവും അത് ചിന്തിക്കാറുണ്ട്.
ഓരോ സമയവും അത് ചിന്തിക്കാറുണ്ട്. അഥവാ എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് പറഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ വായിൽ നിന്ന് വരുന്ന ആദ്യത്തെ വാക്ക്, എന്താ ബിജു നീ ഇതൊക്കെ നിർത്തിയതല്ലേ എന്ന് ചോദിക്കും. ആദ്യം ഞാൻ തന്നെ പറയും ഹല്ലേലൂയ. ഇന്നലെ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് സംസാരിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് എന്തോ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് അറിയാതെ എന്നോട് എടാ ബിജു ഇത് നിർത്തിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചിട്ട് അങ്ങ് പോയി. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവിനെ കൊല്ലുവാൻ, മരണത്തോടൊപ്പം വഹിക്കുവാൻ, യേശുവിൻ്റെ മരണം എന്നിൽ വഹിക്കുവാൻ തീരുമാനിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ വായിൽ നിന്ന് നെഗറ്റീവ് വരുന്നുണ്ട്. ദൈവം എന്നോട് പറഞ്ഞപ്പോഴാണ്, കർത്താവ് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഈ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, നിങ്ങളുടെ മുന്നിൽ ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് തന്നെ എന്തുകൊണ്ട് വരുന്നുണ്ട്, ജീവിതത്തിനകത്ത് ചെറുതും വലുതുമായ നെഗറ്റീവ് വരുന്നുണ്ട്. ഇപ്പം ചിന്തിച്ചപ്പോഴാണ്, ഇപ്പോൾ ഏകദേശം എത്ര ദിവസമായി, ഒരു 11 ദിവസം 12 ദിവസമായി കാണും, അല്ലെങ്കിൽ ഇന്ന് 11ാം ദിവസമാണെന്ന് തോന്നുന്നു. ഈ 11 ദിവസത്തിനകത്ത് ചിന്തിച്ചപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ശോധന ചെയ്തു നോക്കണം എന്തെല്ലാം കുറവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നും എന്തെല്ലാം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നുണ്ടെന്നും എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മരണത്തെ വഹിക്കാതെ ജീവനിൽ ജീവിക്കാതെ മാറിപ്പോകുന്നുവെന്നും മനസ്സിലാവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മളങ്ങനെ മനസ്സിലാക്കിയ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടം കുറയും, നമ്മുടെ ജീവിതത്തിൽ പ്രയാസം കുറയും, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക നന്മകൾ വന്നു തുടങ്ങും. കാരണം പിശാചിന് നമ്മുടെ മേൽ അവകാശമില്ലാതെ മാറും. ജീവൻ ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വർദ്ധിക്കും. ജീവൻ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നു. 1 യോഹന്നാൻ്റെ ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവനോ ജീവൻ ഇല്ല. പുത്രനുള്ളവന് ജീവനുണ്ട്. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച, പുത്രനെ അംഗീകരിച്ച വ്യക്തികൾക്ക് എന്തുണ്ട്? ജീവനുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നീ പുത്രനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? ജീവനുണ്ട്. ഇന്ന് പലരും പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് പുത്രൻ ഇല്ല, പിതാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ പുത്രനെ അംഗീകരിച്ചിട്ടില്ല, അവരുടെ മേൽ എന്തില്ല? ജീവൻ ഇല്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതിൻ്റെ 13 പറയുന്നു, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യജീവനാണ്. ഈ ലോകത്തിലെ ജീവിതത്തെക്കാളും നിങ്ങൾക്ക് ഇൻറ്റേർണൽ ഒരു ലൈഫ് ഉണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിത്യമായ ഒരു ജീവിതമുണ്ട്. ആർക്കും നഷ്ടപ്പെടുത്തി കളയാൻ കഴിയാത്ത, ആർക്കും തല്ലിക്കെടുത്ത് കളയാൻ കഴിയാത്ത ഒരു നിത്യജീവൻ നിങ്ങളുടെ മേൽ വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവൻ നിത്യവും നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ നടപ്പ് ക്രിസ്തുവിന് അനുരൂപരാകണം. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്വഭാവം പോലും ക്രിസ്തുവിന് അനുരൂപരായി തീരണം. അതിൻ്റെ 14-ാം വാക്യം 14-ാം വാക്യം പറയുന്നു, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവൻ വെളിപ്പെടുന്ന ഒരു വ്യക്തി എന്ത് പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചാലും അത് ലഭിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവൻ വഹിക്കുന്നവരായി ലാസറിൻ്റെ കല്ലറയ്ക്കടിക്കിൽ പോയിട്ട് യേശു പറയുന്നത്, പിതാവേ ഞാൻ എന്ത് ചോദിച്ചാലും അങ്ങ് നൽകുമെന്ന് എനിക്ക് അറിയാം, 100% ഉറപ്പാണ്. പിതാവേ എന്നെ ഇവിടെ വിട്ടിട്ടുണ്ട്, അങ്ങയുടെ ജീവനിലാണ് ഞാൻ ജീവിക്കുന്നത്, അങ്ങ് പറയുന്ന കൽപ്പനയിലാണ് ഞാൻ ജീവിക്കുന്നത്, അങ്ങയുടെ ജീവനാണ് എൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും? പിതാവ് നൽകും. പിതാവിന് മാത്രമാണ് ജീവൻ നൽകുവാൻ കഴിയുന്നത്. ആ പിതാവ് ഞാൻ പറയുന്നത് കേൾക്കും. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകുവാൻ ലാസറസേ പുറത്തു വാ. ഹല്ലേലൂയ. ഈ നാളുകൾ നടക്കുന്ന ഉണർവ് അങ്ങനെ ഉള്ളതാണ്. ജീവനുള്ളവൻ അത്ഭുതങ്ങൾ കാണിക്കും. ജീവനുള്ളവരുടെ ദൈവിക മിറാക്കുലസുകൾ വെളിപ്പെടും. ഹല്ലേലൂയ. നീ മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും വചനം വായിക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ മേൽ ജീവൻ ഇല്ല എങ്കിൽ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. നീ ദൈവത്തോട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലോകപരമായി പ്രാകൃതനായോ ജഡീകനായോ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ പറയുന്നു, നിന്റെ മേൽ ജീവനില്ല. ജീവനുള്ളവൻ ക്രിസ്തുവിൻ്റെ ഫലം കായ്ക്കുന്ന, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം അവനിൽ നിന്ന് പുറപ്പെട്ട് വന്നിരിക്കും. ഹല്ലേലൂയ. നിന്റെ നടപ്പ് ക്രിസ്തുവിന് അനുരൂപമായി തീരും.
നിൻ്റെ വാക്കുകൾ ക്രിസ്തുവിന് അനുരൂപരായി തീരും. നിൻ്റെ വാക്ക് ഉപ്പിനാൽ രുചിയുള്ളതായി മാറും. നിൻ്റെ ജീവിതം കർത്താവിൻ്റെ കരത്തിലെ ആയുധമായി തീരും. കർത്താവ് ഈ ലോകത്തിൽ 3.5 വർഷക്കാലം ചെയ്തതിൽ ഉപരിയായി നിന്നിലൂടെ വെളിപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അപേക്ഷ കർത്താവ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നീതിമാൻ്റെ പ്രാർത്ഥന മാത്രമേ സ്വർഗം കേൾക്കൂ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതേപോലെ തിരുവചനം പഠിപ്പിക്കുന്നു, ജീവനുള്ളവനാണ് അപ്പോൾ ആര്? നീതിമാൻ. നീതിമാൻ എന്ന് നമ്മളെ കർത്താവ് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ മാനിക്കണമെങ്കിൽ നമ്മുടെ മേൽ എന്ത് വേണം? ക്രിസ്തുവിൻ്റെ ജീവൻ വേണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവൻ ഉള്ളവരായി തീരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ഈ ദിവസങ്ങളിൽ ലഭിക്കട്ടെ. നിങ്ങൾ അപേക്ഷിക്കുന്നതെല്ലാം കിട്ടിയെന്ന് മനസ്സിലാവട്ടെ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ ഇന്ന് അപേക്ഷിക്കുന്ന ഒന്നും അപേക്ഷിക്കില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ ലെവൽ മാറും. നിങ്ങളുടെ ഭൗതികമായുള്ള പ്രാർത്ഥനകൾ, കർത്താവിൽ നിന്ന് നമ്മുടെ ശരീരത്തിനും ജഡത്തിനും ആവശ്യമുള്ള ഭോഗഇഷ്ടങ്ങളിലുള്ള ആഗ്രഹങ്ങൾ എല്ലാം മാറിയിട്ട് ദൈവം, പിതാവായ ദൈവത്തോട് കർത്താവ് പ്രാർത്ഥിച്ചതുപോലെയുള്ള പ്രാർത്ഥനകൾ ആയിത്തീരും. ഹല്ലേലൂയ. കാരണം കർത്താവ് ആഗ്രഹിച്ച ഇത്ര മാത്രമാണ്, പിതാവ് തനിക്ക് തന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ ഈ ലോകത്ത് ജീവിച്ചത്. ഈ ലോകത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ആത്മാക്കളുടെ ദാഹത്തോടെ ജീവിച്ചതാണ് കർത്താവ്. കർത്താവ് എങ്ങനെ ജീവിച്ചോ അതേപോലെ ജീവിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ ആരുടെ ജീവൻ കൂടെ വേണം? കർത്താവിൻ്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടണം. നമ്മൾ അങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, അപേക്ഷിക്കുമ്പോൾ ഉറപ്പായും മറുപടി ലഭിക്കും. എത്ര പേർ റെഡിയാണ്? ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവൻ വേണോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവൻ വേണമെങ്കിൽ നീ ഓരോ ദിവസവും ക്രിസ്തുവിൽ മരിക്കണം. നീ ഓരോ ദിവസവും മാനസാന്തരപ്പെടണം. ഓരോ സെക്കൻഡും മാനസാന്തരപ്പെടണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തപ്പോൾ ഇത്രയും കുറവുണ്ട്. ഞാൻ നിങ്ങളൊന്നും പറയുന്നില്ല, എൻ്റെ തെറ്റാണ് പറഞ്ഞത്. അപ്പം എനിക്ക് തന്നെ തെറ്റുണ്ട്. ഞാനെല്ലാം തികഞ്ഞവനല്ല, ഞാനും മനുഷ്യനാണ്. അതേപോലെ നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്താൽ നമ്മുടെ തെറ്റുകൾ മനസ്സിലാവും. ക്രിസ്തുവിനോടൊപ്പം ഓരോ നിമിഷവും നമ്മൾ മരിച്ചു കൊണ്ടിരുന്നാൽ, ആ മരണത്തെ, ക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മുടെ ശരീരത്തിൽ വഹിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തിയും വെളിപ്പെടും. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടുപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന വാക്കാണ്. ഈ ലോകത്തിൽ കള്ളൻ വരുന്നത്, അല്ലെങ്കിൽ സാത്താൻ വന്നിരിക്കുന്നത് എന്താണ്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടുപ്പാനുമാണ്. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവ് ഈ ലോകത്തിൽ വന്ന് ജീവൻ ഉണ്ടാകുവാനും ജീവൻ സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് ഇതിനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയ, ആദാമ്യ പാപത്തിൽ നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു കിടക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾക്ക് ജീവൻ തന്ന് പിതാവ് ആഗ്രഹിച്ചതുപോലെ പിതാവുമായൊരു ആത്മബന്ധത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ആത്മബന്ധം വരുമ്പോഴാണ് നമ്മൾ പിതാവിനോട് അപേക്ഷിക്കുന്നതെല്ലാം ലഭിക്കുന്നത്. ആ നഷ്ടപ്പെട്ടു പോയ അധികാരങ്ങൾ മടക്കി നൽകണമെങ്കിൽ, ആ അധികാരങ്ങളോട് കർത്താവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ നിനക്ക് ഈ ലോകത്തിൽ സമൃദ്ധിയായി ജീവൻ നൽകുന്ന ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ജീവിച്ചേ മതിയാവൂ. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിലുള്ള കള്ളൻ പോകണ്ടേ? നമ്മുടെ ഭവനത്തിലുള്ള ശത്രു ഓടിപ്പോകണ്ടേ? നമ്മുടെ ഭവനത്തിൽ ശത്രുവായും കള്ളനായും നിലനിൽക്കുന്ന സാത്താൻ നമ്മളെ വിട്ട് മാറണ്ടേ? നമ്മുടെ തലമുറകൾ രക്ഷയിലേക്ക് വരണ്ടേ? നമ്മുടെ കുടുംബങ്ങൾ രക്ഷയിലേക്ക് വരണ്ടേ? നമുക്ക് നിത്യരാജ്യം പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ജീവിക്കണം. സമൃദ്ധിയായി ജീവനുള്ളവനിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ കർത്താവ് വലുത് നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. അതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനമാണ് ക്രിസ്തു. ക്രിസ്തുവാകുന്ന വചനം ഒരുവൻ്റെ ഉള്ളിൽ വന്നാൽ അവൻ്റെ ഉള്ളിൽ ജീവൻ വെളിപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ വചനം വസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൽപ്പന വസിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ നടപ്പ് വചനാനുസരണമാണെങ്കിൽ ഉറപ്പായും ഞാൻ പറയുന്നു, നിൻ്റെ ഉള്ളിൽ ജീവനുമുണ്ട്. ജീവനിലുണ്ടാകുന്ന വെളിച്ചവും നിൻ്റെ ഉള്ളിൽ
ഉണ്ട്. ഹല്ലേലൂയ. വെളിച്ചമുള്ളിടത്ത് ഇരുളിന് വസിക്കുവാൻ കഴിയില്ല എന്ന്. ആ വെളിച്ചമുള്ളിടത്ത് ഇരുളിന് വസിക്കുവാൻ കഴിയാതിരിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ വചനമാകുന്ന വെളിച്ചത്തിനെ ഫിക്സ് ചെയ്യണം. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വചനം കാണണം. ഇതും 2026 കർത്താവ് നമുക്ക് തന്നതാണ്. എന്താണ്? വചനം നന്നായി വായിക്കണം. ഹല്ലേലൂയ. വചനം നന്നായി ഗ്രഹിക്കണം. വചനം നന്നായി ധ്യാനിക്കണം. നീ അങ്ങനെ ധ്യാനിച്ച് വരുമ്പോൾ നിനക്കൊന്നും അറിഞ്ഞുകൂടായിരിക്കാം. വചനം വായിച്ചിട്ട് ഒന്നും നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പറയും, ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ വെറുതെ വായിച്ചു കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർ സ്റ്റാർട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കർത്താവ് വലുത് നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ ചുമ്മാ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കണം. എത്രത്തോളം വായിക്കുവാൻ പറ്റുമോ അത്രത്തോളം വായിക്കണം. എത്രത്തോളം കർത്താവ് നിന്നോട് അതിലകത്ത് സംസാരിക്കുന്നു, ഏതെങ്കിലും വാക്ക് നിന്നോട് സംസാരിക്കുന്നു, അതിനെ ധ്യാനിക്കണം. എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ടാണ് ഇത് എന്നോട് ഇടപെട്ടത്? എന്താണ് അങ്ങ് ഈ വചനത്തിലൂടെ എന്നോട് ഉദ്ദേശിക്കുന്നത്? എന്താണ് എന്നോട് അങ്ങ് സംസാരിക്കുവാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ആ വചനം നിൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യും. ആ വചനം നിൻ്റെ ഉള്ളിൽ ജഡമെടുക്കും. ആ വചനം നിത്യ ജീവനും നിത്യ വെളിച്ചവുമായി നിൻ്റെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. വചനത്തിനകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. ഹല്ലേലൂയ. വചനത്തിനകത്ത് ജീവനുള്ളതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയ കരം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ തന്നെ ദൈവം, കർത്താവ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 53-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം തന്നെ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 53-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവൻ ഇല്ല. ഹല്ലേലൂയ. വചനം ജീവനാണ്. അതേപോലെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ എന്തില്ല? ജീവനില്ല. ഇന്ന് നമ്മൾ തിരുവത്താഴ മേശയിലേക്ക് കടന്നു അല്ലേ? കർത്താവിൻ്റെ മാംസവും കർത്താവിൻ്റെ തിരു രക്തത്തിനും പങ്കാളിയായി നമ്മൾ തീർന്നു. ഇതിനകത്തിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, നിങ്ങൾ ജീവനും ജീവൻ്റെ അധികവും വെളിപ്പെടുവാൻ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകണം. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കണം. നിങ്ങളുടെ രഹസ്യ ജീവിതങ്ങളെയും പരസ്യ ജീവിതങ്ങളെയും മാറ്റണം. കർത്താവിനോടൊപ്പം ചേർന്ന് ജീവിക്കണം. ഈ ലോകത്തിൽ നന്മ തരുവാൻ സാത്താന് കഴിയും. ഈ ലോകത്തിൽ സന്തോഷം തരുവാൻ ജഡീക പ്രവർത്തികൾക്ക് കഴിയും. പക്ഷേ ഈ ലോകത്തിലെ നന്മയേക്കാൾ, ഈ ലോകത്തിലെ സന്തോഷത്തെക്കാൾ നിത്യജീവനിൽ സന്തോഷം തരുവാൻ നമ്മുടെ കർത്താവിനെ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിത്യജീവൻ അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാമോ? നിത്യത എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരാധിക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് ഒരു ദേവദാസൻ എന്നോട് സംസാരിച്ച സമയത്ത് ആൾ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ സഭയിലുള്ള വ്യക്തികളെയും കൊണ്ട് എങ്ങനെ പാസ്റ്ററെ അവിടെ പോകുമെന്ന്. അവിടെ വേറെ ഒന്നുമില്ല, ഫുൾ ടൈം എന്താണ്? ആരാധനയാണ്. നമ്മുടെ വ്യക്തികൾ എത്ര പേർ ആരാധിക്കുന്നുണ്ട്? ജീവൻ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു എന്ന കർത്താവിനെ ദൂതന്മാരോടൊപ്പം വിശുദ്ധന്മാരോടൊപ്പം ആരാധിക്കുന്ന സ്ഥലമാണ്. അവിടെ വെളിച്ചത്തിലാണ്, വെളിച്ചമില്ല, അതായത് സൂര്യനില്ല. വെളിച്ചമാരാണ്? ക്രിസ്തുവാണ്. ഇരുളില്ല, എപ്പോഴും 24/7. അപ്പോഴവിടെ എന്തില്ല? നക്ഷത്രവും ചന്ദ്രനും സൂര്യനും ഉണ്ടെങ്കിൽ മാത്രമേ സമയം ഉള്ളൂ. സമയമില്ല. അൺലിമിറ്റഡ് ആരാധന നടക്കുന്ന സ്ഥലമാണ് സ്വർഗം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിത്യരാജ്യം. നമ്മൾ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് പോകുന്നത്? 32 ഇഞ്ച് TV വാങ്ങിക്കാനാ? അതോ ബെൻസ് കാറ് നേടാനാ? ഹല്ലേലൂയ. ഈ ലോകത്തിലെ സന്തോഷം മാത്രമല്ല, ഈ ലോകത്തിലെ സമാധാനം മാത്രമല്ല, ഈ ലോകത്തിലെ അധികാരം മാത്രമല്ല, ഈ ലോകത്തിലെ നന്മ മാത്രമല്ല, ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെട്ട് പിതാവിനോട് പ്രാർത്ഥിച്ച് നിത്യജീവനിൽ പോകുന്നത് ക്രിസ്തുയേശു നമുക്ക് തന്ന ഏറ്റവും വലിയ മഹത്വത്തെക്കുറിച്ച് ഘോഷിക്കുവാൻ, ആരാധിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് എഴുന്നേൽക്കാം, അല്പനേരം കർത്താവിനെ ആരാധിക്കാം. ജീവൻ വെളിപ്പെടുന്ന ഒരു ആരാധന ഇതിനകത്ത് വെളിപ്പെടട്ടെ. തൊട്ടെഴുന്നേൽക്കുന്ന വ്യക്തി ആരും നോക്കരുത്. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിലും
കർത്താവിൻ്റെ ജീവൻ നിങ്ങളിലുമാണെങ്കിൽ ഇന്ന് ആരാധന ഉയരുന്ന സമയത്ത് നിങ്ങളുടെ മേൽ കർത്താവ് വലിയ ഷിഫ്റ്റിംഗ് നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളിലുമാണെങ്കിൽ ഉറപ്പായും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും.